സംസ്ഥാനത്തിന്റെ പൊതുഗതാഗത രംഗത്ത് പുതിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് KSRTC നടത്തുന്ന മുന്നേറ്റങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ അസൂയയ്ക്ക് കാരണമാകുന്നുവെന്ന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവന ചർച്ചയാകുന്നു. KSRTCയുടെ പുതിയ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലാണ് പുത്തൻ ബസ്സുകളുടെ മികവിനെ തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിൽ നിന്ന് നേരിടേണ്ടി വന്ന അസൂയയുടെയും കുശുമ്പിന്റെയും അനുഭവങ്ങൾ മന്ത്രി പങ്കുവച്ചത്. ഇത് വെറും പ്രസ്താവനയല്ല, മറിച്ച് KSRTCയുടെ വളർച്ചയിൽ അസൂയാലുക്കളായവർ സൃഷ്ടിച്ച പ്രതിസന്ധികളെ തന്ത്രപരമായി നേരിട്ട ഒരു യഥാർത്ഥ അനുഭവമാണ് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. വോൾവോയുടെ ഏറ്റവും പുതിയ മോഡലിലുള്ള സ്ലീപ്പർ ബസ്സുകൾ സ്വന്തമാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കേരളമാണ് എന്ന അഭിമാനകരമായ നേട്ടത്തോടെയാണ് KSRTC ഈ രംഗത്ത് ശ്രദ്ധേയമായ കുതിച്ചുചാട്ടം നടത്തിയിരിക്കുന്നത്. ഈ അത്യാധുനിക സൗകര്യങ്ങളുള്ള കാഴ്ചയിൽ മനോഹരമായ ബസ്സുകൾ കണ്ടപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ ഗതാഗത വകുപ്പുകൾക്ക് അസൂയയും കുശുമ്പും ഉടലെടുത്തുന്നാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് മന്ത്രിയുടെ പക്ഷം. KSRTCയുടെ ഈ പുതിയ ബസ്സുകൾ കാണുമ്പോൾ അതൊരു സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിന്റെ വാഹനമാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഉയർന്ന നിലവാരം പുലർത്തുന്നു എന്നതും ഈ അസൂയയ്ക്ക് ആക്കം കൂട്ടി. പലരും ഇവ പ്രൈവറ്റ് ബസ്സുകളാണെന്ന് തെറ്റിദ്ധരിച്ചുവെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കൊട്ടാരക്കരയിൽ നിന്ന് യാത്ര തിരിച്ച ഒരു KSRTC ബസ് മറ്റൊരു സംസ്ഥാനത്തിന്റെ ട്രാൻസ്പോർട്ട് അധികൃതർ തടഞ്ഞുവെച്ചതും കണ്ടക്ടറെ തടഞ്ഞുവെച്ചതുമായ സംഭവം മന്ത്രി സഭയെ അറിയിച്ചു. KSRTCയുടെ പുതിയ ബസ് കണ്ടപ്പോൾ അത് പ്രൈവറ്റ് ബസ്സാണെന്ന് തെറ്റിദ്ധരിച്ച അധികൃതർ വാഹനം വിട്ടുകൊടുക്കാൻ ആദ്യം തയ്യാറായില്ല. വിഷയത്തിൽ അവിടുത്തെ ഗതാഗത വകുപ്പ് മന്ത്രി നേരിട്ട് ഇടപെട്ടിട്ട് പോലും ബസ് തടഞ്ഞുവെച്ച നിലപാട് അവർ തുടർന്നു. ഈ പ്രകോപനപരമായ നടപടിയാണ് സംസ്ഥാന സർക്കാരിനെ ശക്തമായ തിരിച്ചടി നൽകാൻ പ്രേരിപ്പിച്ചത്. ഉടൻ തന്നെ കേരളത്തിൽ കോഴിക്കോട് റൂട്ടിലോടുന്ന അവരുടെ ഒരു വണ്ടി പിടിച്ചെടുക്കാൻ നിർദ്ദേശം നൽകി. കേരളം ശക്തമായ നിലപാട് സ്വീകരിച്ച് തിരിച്ചടി നൽകിയതോടെയാണ് തടഞ്ഞുവെച്ച KSRTC ബസ് അവർ വിട്ടയക്കാൻ തയ്യാറായത്. KSRTCയുടെ വളർച്ച തടയാൻ ശ്രമിക്കുന്നവർക്ക് ശക്തമായ മറുപടി നൽകാൻ ഭരണകൂടം സജ്ജമാണെന്ന സന്ദേശം നൽകാൻ ഈ സംഭവം സഹായകമായി. KSRTCയുടെ ചരിത്രപരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി വോൾവോയുടെ ഏറ്റവും പുതിയ സ്ലീപ്പർ കോച്ചുകൾ സ്വന്തമാക്കിയ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന നേട്ടം എടുത്തു പറയേണ്ടതാണ്. ഈ നീക്കം രാജ്യത്തെ പൊതുമേഖലാ ഗതാഗത സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകയും പുതിയ മാനദണ്ഡവുമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. നിലവിൽ KSRTCയുടെ സമഗ്രമായ ഡിജിറ്റൽ വൽക്കരണവും AI സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള ഷെഡ്യൂളിംഗ് സംവിധാനങ്ങളും തീർത്ഥാടന ടൂറിസം പദ്ധതിയും ഉൾപ്പെടെയുള്ള നിരവധി പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ ഈ പരാമർശം. KSRTCയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരൊറ്റ AI നിയന്ത്രിത ഡിജിറ്റൽ ഡാഷ്ബോർഡിലേക്ക് സംയോജിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ ആദ്യത്തെ പൂർണ്ണ ഡിജിറ്റൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. അക്കൗണ്ടിംഗ്, കൊറിയർ സർവീസ്, സ്പെയർ പാർട്സ് സംഭരണം, വിതരണം, ബജറ്റ് ടൂറിസം, എസ്റ്റേറ്റ് വാടക പിരിവ് തുടങ്ങിയ മേഖലകളിലെല്ലാം ഈ ഡിജിറ്റൽ ഏകീകരണം നടപ്പിലാക്കും. പുതിയ ബസ്സുകൾ നിരത്തിലിറങ്ങി യാത്രക്കാർക്ക് മികച്ച യാത്രാനുഭവം നൽകുന്നതിനൊപ്പം കോർപ്പറേഷന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. യാത്രക്കാർക്ക് സമ്മാനപ്പെട്ടി നൽകുന്നത്, സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ കാർഡ് നൽകുന്നത്, കംഫർട്ട് സ്റ്റേഷനുകളുടെ നിർമ്മാണം, ഡ്രൈവിംഗ് സ്കൂളുകൾ സ്ഥാപിക്കൽ തുടങ്ങിയ ജനക്ഷേമപരമായ നിരവധി പദ്ധതികളും KSRTC ഇപ്പോൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഇത്തരം നൂതനമായ പ്രവർത്തനങ്ങളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ അസൂയ ഉണ്ടാക്കാൻ കാരണമായതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പൊതുമേഖലാ ഗതാഗത സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരിക്കെ KSRTCയുടെ ഈ വളർച്ചാപാത സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെയും ദീർഘവീക്ഷണത്തിന്റെയും ഉദാഹരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു. കേരളത്തിന്റെ ബസ്സുകൾ അതിർത്തി കടന്നു പോകുമ്പോൾ പോലും മറ്റ് സംസ്ഥാനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു എന്നത് KSRTCയുടെ ബ്രാൻഡിന്റെ മൂല്യം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും.